നമസ്കാരം. പെരിങ്ങമന ശ്രീനാഥ് നമ്പൂതിരി. എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. ചന്ദ്രചാരവശാലുള്ള ഒരാഴ്ചത്തെ 2024 മെയ് മാസം 26 മുതൽ ജൂൺ മാസം 3 വരെയുള്ള ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലെ ചന്ദ്രചാരവശാലുള്ള ഫലം, അതോടൊപ്പം തന്നെ ചൊവ്വയുടെയും ബുധൻ്റെയും ഒരു രാശിമാറ്റം പകർച്ച നമുക്ക് ഈ ഒരു ആഴ്ചയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം 30-ാം തീയതിയോട് കൂടിയിട്ട് ബുധൻ്റെ ഒരു മാറ്റവും, എങ്കിൽ 1-ാം തീയതിയോട് കൂടിയിട്ട് ചൊവ്വയുടെ ഒരു രാശി മാറ്റവും ഈ ഒരാഴ്ചയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. മീനൻ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് ചൊവ്വയും സ്വക്ഷേത്രത്തിൽ ഉച്ചസ്ഥിതനായിട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ചൊവ്വയാണ്. എങ്കിൽ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറിയ ശുക്രൻ്റെയും പകർച്ചാഫലത്തെയാണ് ഈ ഒരു വാരത്തിൽ ചിന്തിക്കുന്നത്. ആദ്യം തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ആ ഒരു ചൊവ്വയുടെ ഒരു സ്വക്ഷേത്രഗതി കൂടി പ്രാപിക്കുന്നത് കൊണ്ട് പൊതുവെ വളരെ അനുകൂലത്തിലുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ ഒരാഴ്ച മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക നമുക്ക്. പ്രത്യേകിച്ച് കർമ്മ വിഷയങ്ങളിലും മാനസികമായിട്ടുള്ള ഒരു ഉത്സാഹമൊക്കെ വർദ്ധിക്കും. പ്രത്യേകിച്ച് മേടക്കൂറുകാരുടെ ഒരു അവനവനിലുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിച്ച് പല പ്രവൃത്തികൾക്കും മുന്നിട്ട് ഇറങ്ങുന്നതിനൊക്കെ ഒരു കാരണമായിട്ടുള്ള ഒരു വാരമായിട്ട് മാറാം. പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം വരുന്ന ഒരു കാലഘട്ടമായിട്ടൊക്കെ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഈ ഒരു വാരത്തിൽ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. സാധാരണ ഉള്ളതുപോലെ തന്നെ സാമ്പത്തികത്തിൽ തടസ്സമില്ലാതെ ഈ ഒരു വാരത്തിലും മേടക്കൂറുകാർക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ കൂടി നീങ്ങാൻ വേണ്ടി സാധിക്കുക. എങ്കിൽ വിദ്യാഭ്യാസ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കുട്ടികൾക്കും മറ്റും പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ യാത്രകൾ, വിദ്യാഭ്യാസപരമായി പുതിയ അഡ്മിഷന് വേണ്ടി ദൂരത്തേക്ക് പോവുകയും പുതിയ സ്ഥലത്തെത്തിപ്പെടുകയും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ, അതൊക്കെ വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന, വളരെ പോസിറ്റീവായിട്ട് തന്നെ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു വാരത്തിലെ പ്രത്യേകത. എങ്കിൽ തന്നെയും സുഹൃത്ത് ബന്ധങ്ങളിൽ ലേശം ഒരു മാനസികമായ തടസ്സങ്ങളും ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ ഈ ഒരു ചന്ദ്രചാരവശാലുള്ള ഒരു ഫലവും ഗുളികൻ്റെ ഒരു ദൃഷ്ടിയോഗങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ അവിടത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ അശ്രദ്ധയും അനാവശ്യമായ വാക്കുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് മേടക്കൂറുകാർക്ക്. വാഹനാദി വിഷയങ്ങളിൽ തടസ്സങ്ങളൊന്നുമില്ലാതെയും, അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളാവട്ടെ, സ്വത്ത് സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിലും ഈ ഒരു വാരത്തിൽ തന്നെ ചില കേസുകളൊക്കെ ഇപ്പം കാണാറില്ല. ചില ആൾക്കാരുടെ വിഷയങ്ങളൊക്കെ ഒന്നുകൂടി ആയിട്ടുണ്ടെങ്കിൽ നാളെയൊക്കെ ശരിയാകാൻ പോകുന്നതാണ്. അങ്ങനെ ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഈ ഒരു വാരത്തിൽ തീരാൻ പോകുന്നതൊക്കെ തീർക്കാൻ തന്നെ സാധിക്കുന്ന ഒരു വാരമായിട്ട് മാറും. വിവാഹ വിഷയത്തിലും അതോടൊപ്പം തന്നെ പ്രണയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വാരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. മേടക്കൂറുകാരുടേതാണ്. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും മുത്തപ്പ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതൊക്കെ ദേശകാലത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ ശബരിമല അയ്യപ്പ സ്വാമിയെ ദർശനം ചെയ്യുന്നതിനും അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യാൻ നീരാഞ്ജനം സ്വമേധയാ നമുക്ക് നീരാഞ്ജനം ഉണ്ടാക്കിയിട്ട് കത്തിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് എള്ളും അതുപോലെ തന്നെ ചെറിയൊരു തിരശ്ശീലയിൽ നമുക്ക് നിത്യം ഇതൊക്കെ വേണമെന്നുള്ളവർക്കാണ്. അല്ലാത്തവർക്ക് അതൊക്കെ പരിഹാസമായിട്ടേ നിൽക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എത്രയോ ആൾക്കാരും. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട, അത്ര പോലും നോക്കൂ, ഇതൊക്കെ നമ്മുടെ മനസ്സിന് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിലേ ഈ എല്ലാ കാര്യത്തിലും വഴിപാടുകൾക്കൊക്കെ ഒരിക്കലും ഫലം പൂർണ്ണമായി പറയുന്നില്ല. അല്ലാതെ ഒരു തിരുമേനി ചെയ്തത് കൊണ്ടൊന്നും ആർക്കും അങ്ങനെ ഒരു പൂർണ്ണ ഫലം കിട്ടാറില്ല. നമ്മുടെ മനസ്സ് അതേപോലെ തന്നെ ആ വിഷയത്തെ മനസ്സിലാക്കി അതിനുവേണ്ടി അർപ്പണ മനോഭാവത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും കൂടിയും വേണം. ഒപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വ്യാഴാഴ്ച ദിവസം പാൽപ്പായസം നിവേദിക്കുന്നതും തുളസിമാല ചാർത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ, ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ വാരത്തിലും പൊതുവെ സാമാന്യം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. കുറേ പേരൊക്കെ അതിന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മപരമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളൊക്കെ ഒരു വിഷമങ്ങൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് കേസ് വകകൾ പോലുള്ളതും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലൊക്കെ, പ്രത്യേകിച്ച് പൂർവികമായി കിട്ടിയിട്ടുള്ള സ്വത്ത് വകകളിലൊക്കെ ഒരു തർക്കങ്ങളും ബന്ധുക്കളൊക്കെ ആയിട്ടുള്ളൊരു വിഷയങ്ങളൊക്കെ
ഉണ്ടാവാൻ സാധ്യത കൂടിയ ഒരു വാരമായിട്ട് ഇതിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കൂടുതൽ കരുതലോടുകൂടി നീങ്ങുക. എങ്കിൽ ശിരോസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ, രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, തലയുറ്റൽ പോലുള്ളതൊക്കെ ഉണ്ടാവാൻ സാധ്യതയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടിട്ട്. എങ്കിൽ മുഖ്യമായി തന്നെ ഇടവക്കൂറുകാരുടെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ കേസ് വകകളൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ സന്താന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ക്ലേശതകളും അതോടൊപ്പം തന്നെ സന്താനങ്ങളെ ഓർത്തിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാലമാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിലുണ്ടാവുക. എങ്കിൽ ശത്രുക്കളെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുക, എന്താ വെച്ചാൽ ഈ ശത്രുക്കളുടെ ദോഷം അകാരണമായിട്ടുള്ള വിഷമങ്ങളൊക്കെ, അതൊക്കെ മാനസികമായിട്ടുള്ളൊരു ഒരു ഒരു വിഷമം തരാനുള്ള ഒരു കാലമായിട്ട് മാറണം. ഒന്ന് ചെറിയ തോതിൽ ആ ചൊവ്വയുടെ മാറ്റം അത്രയധികം ഒരു നല്ലതായിട്ട് മനസ്സിലാക്കേണ്ട. എങ്കിൽ ആ 12ാം ഭാവത്തിലും അതോടൊപ്പം തന്നെ 7ാം ഭാവപതിയും കൂടിയായ ചൊവ്വയായതുകൊണ്ട് സാമ്പത്തിക സംബന്ധപ്പെട്ടുള്ളതും അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരു അസ്വാരസ്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ചെറിയ തോതിലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനിചാരവശാലുള്ള ദോഷം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സാരമായിട്ടുള്ള ദോഷമായിട്ടാണ് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. പഠിക്കുന്നവരെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ചെറിയ മക്കളെ സംബന്ധിച്ചും അല്ലെങ്കിൽ പഠിപ്പിന് വേണ്ടി വിദേശത്ത് പോകാൻ വേണ്ടി ആലോചിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ ചെറിയ തോതിലൊരു തടസ്സം തന്നെ ഈ ഒരു ഇടവക്കൂറുകാർക്കൊന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. എങ്കിൽ തന്നെയും ഈ ഒരു വാരം കഴിയുമ്പോഴേക്ക്, അതായത് തടസ്സം എന്ന് പറയുന്നത് തന്നെ ഒന്ന് നേരെയാവാനുള്ളതാണ്. ഈ ഒരു വാരം കഴിയുമ്പോഴേക്ക്, ഈ ആഴ്ച കഴിയുമ്പോഴേക്കത് നേരെയായിട്ട് വരുന്നതായിട്ടും കാണാം. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശനീശ്വര ജപം ചെയ്യുന്നതും ശനിയുടെ ജപങ്ങളായ അനവധി സ്തോത്രങ്ങളും മറ്റും ജപിക്കുന്നതും നാമം ജപിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ സ്വക്ഷേത്രഗതനായിട്ടുള്ള ആ ശുക്രനെ കൊണ്ടും അതോടൊപ്പം തന്നെ വ്യാഴത്തെ കൊണ്ടുള്ള ആദിത്യനെ കൊണ്ടുള്ള അതോടൊപ്പം തന്നെ ആ ബുധൻ്റെയും ഒക്കെ ഒരു പൂർണ്ണ അനുകൂല സ്ഥിതിക്ക് വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു വാരത്തിൽ. മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചയിൽ മിഥുനക്കൂറുകാരുടെ 12ാം ഭാവത്തിൽ ഈ ശുക്രൻ സഞ്ചരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അനവധി കാര്യങ്ങളിൽ തടസ്സങ്ങളും മറ്റുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാരത്തിൽ. പ്രത്യേകിച്ച് മാനസികമായ സംഘർഷം കൂടാനും അതോടൊപ്പം തന്നെ അസ്വസ്ഥതകളും ദേഷ്യം വരുന്നതിനൊക്കെ ഒരു കാര്യമായിട്ടും ഒരാഴ്ചയായിട്ടും മാറും ഇത് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടിച്ചേക്കാം. അതോടൊപ്പം തന്നെ വിവാഹിക വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ പ്രേമ നൈരാശ്യം പോലുള്ളതൊക്കെ ഒരു വാരത്തിൽ സംഭവിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ശനിദശ, അതോടൊപ്പം തന്നെ രാഹുദശ, ബുധദശയൊക്കെ നടക്കുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം കരുതിയിരിക്കണം. ഈ ദശകളിലൊക്കെയുള്ള അപഹാരങ്ങൾ മാറി വരുന്നതൊക്കെ ഒന്ന് ഒരു ജ്യോത്സ്യനെ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങളും വേണ്ടതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാവും. പ്രത്യേകിച്ച് ശിരോസംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ ഒഴിവാക്കിയിട്ട് വരുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒരു പിന്നെ ചേർച്ചയില്ലായ്മ, അത് പിന്നെ പ്രത്യേകിച്ച് അച്ഛനമ്മമാരായിട്ടും സഹോദരന്മാരായിട്ടൊക്കെ ഒരു ചേർച്ചയില്ലായ്മ വരാൻ ഈ മിഥുനക്കൂറുകാർക്ക് കാര്യമാവും ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിലും അല്പം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന കാര്യമാണ്. അപകടങ്ങളും മറ്റുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഭാഗ്യ വിഷയങ്ങളൊക്കെ നമുക്ക് ശനി വളരെയധികം ബലവാനായിട്ട് നമ്മുടെ ജാതകത്തിലൊക്കെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വ്യാഴം മറഞ്ഞ ചാരവശാലുള്ള കാലത്തിൽ കാര്യം എത്ര കേമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മങ്ങൽ വരുന്ന ഒരു കാലഘട്ടമായിട്ടല്ലേ നമ്മളിതിനെ മനസ്സിലാക്കുക. വ്യാഴം എന്നുള്ളത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴാണ്. അപ്പോൾ അത് പിന്നെ വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒരു കരുതൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് സുദർശന യന്ത്രം പോലുള്ളതൊക്കെ ദേഹരക്ഷ ധരിക്കുക. നല്ല വിദ്യാമണ്ണം ചെയ്യുന്ന, വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തെടുത്തിട്ട് എഴുതി വെക്കുകയല്ല. എവിടുന്നെങ്കിലും പിന്നെ കടയിൽ വാങ്ങാൻ വെച്ച ക്ഷേത്രങ്ങളിൽ പോലും ഇപ്പം അങ്ങനെയാണ്. അതൊന്നും വാങ്ങി ധരിക്കലല്ല, മറിച്ച് ഹോമാചാര പ്രകാരം ചെയ്ത് അതിൻ്റെ ഒന്നിനൊരു കർമ്മശക്തി പറയുന്നുണ്ടല്ലേ, ആ ഒരു പൂർണ്ണത നമുക്ക് കിട്ടാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ യന്ത്രങ്ങൾക്കൊക്കെ വളരെയധികം ശക്തി തന്നെയാണ്
യാതൊരു തർക്കവുമില്ല അതിൽ. അപ്പോൾ സുദർശന യന്ത്രം ധരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ധാരാ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ കുറച്ചൊരു മാറ്റം വരുന്നതിന് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് ഒന്ന് വളരെയധികം ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കണം. ഈ ഒരു വാരത്തിൽ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ഭുജംഗപ്രയാതം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ ഇവരെ സംബന്ധിച്ച്. പുണർദവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഈ ഒരു 11ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഇപ്പോഴത്തെ ബുധൻ്റെയും ഒരു യോഗം, ആദിത്യൻ്റെ ഒരു യോഗം ഇപ്പോൾ മാറാൻ വേണ്ടി പോകുന്നു. എങ്കിൽ തന്നെ ഈ ഒരു വാരം വളരെയധികം അനുകൂലത്തിൽ തന്നെയാണ് കാണേണ്ടത്. എങ്കിൽ കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ജോലി മാറ്റം, അതുകൊണ്ട് സ്ഥാനചലനം, ജോലി സ്ഥലം വിട്ടു മാറുന്നതിനും അതോടൊപ്പം തന്നെ ജോലി ആവശ്യവുമായി ദൂരത്തേക്ക് പോകുന്നതിനൊക്കെ ഈ ഒരു വാരം കാരണമായിട്ട് വന്നേക്കാം. ദൂരയാത്രകളും വിദേശ യാത്രകളൊക്കെ വേണ്ടി വന്നേക്കുന്ന ഒരു വാരമാണ് കർക്കിടകൂറുകാർക്ക്. അതോടൊപ്പം തന്നെ ദാമ്പത്യ ഒരു സുഖം കുറഞ്ഞു വരുന്ന ഒരു കാലം, പ്രേമ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, പ്രണയ വിഷയങ്ങളിലൊക്കെ ഒരു പൂർണ്ണ തൃപ്തി പറയാൻ വേണ്ടി സാധിക്കാത്ത ഒരു വാരമാണ്. പ്രത്യേകിച്ച് കുറച്ച് തിരക്കുകളോടുകൂടി നീങ്ങുന്ന ഒരു വാരമായിട്ടാണ് കർക്കിടകൂറുകാർക്ക് കാണാം. പ്രത്യേകിച്ച് ഒരു സ്വസ്ഥത കുറഞ്ഞു ഇരിക്കുന്ന ഒരു വാരമായിട്ട് വാഹനാദി വിഷയങ്ങളിലൊന്നും തടസ്സമില്ലാതെ തന്നെ നീങ്ങാൻ വേണ്ടി സാധിക്കും. ഒപ്പം സൗഹൃദങ്ങളിലും അതോടൊപ്പം തന്നെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരം മധ്യ അവസാനത്തോടു കൂടി കാണുന്നത്. ഒരു 28 മുതലൊക്കെ വളരെയധികം നല്ലതായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വാരത്തിൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ജോലി സംബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാന മാറ്റം പറഞ്ഞല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലി കയറ്റത്തിനുള്ള സാധ്യതയുണ്ട്. ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഒപ്പം വിവാഹ സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിലും വിവാഹ വിഷയത്തിന് പൂർണ്ണ ഒരു അനുകൂലം. ഈ പ്രണയത്തിൽ നിന്നും വിവാഹത്തിലേക്ക് കടക്കുന്നവർക്കും വിവാഹ പ്രായമായിട്ടുള്ളവർക്കൊക്കെയാണ് ഉദ്ദേശിച്ചത്. എങ്കിൽ ശുക്രദശ എത്താത്തവരെ സംബന്ധിച്ച് കേതുദശ പോലുള്ളതൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ബുധദശ നടക്കുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇതിലൊക്കെ അപഹാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജാതകവശാൽ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന കാലഘട്ടമാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച്. വ്യാഴക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും പാൽപ്പായസം നിവേദിക്കുന്നതും തുളസിമാല ചാർത്തുന്നതും അതോടൊപ്പം തന്നെ ഒന്നമോ നാരായണായ മന്ത്രം 308 പ്രാവശ്യം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും അത് വളരെയധികം മനസ്സിനെയും കാര്യങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുതരുന്നതിന് വളരെയധികം കാര്യമാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക കർക്കിടകൂറുകാർ. മകം പൂരം ഉത്തര നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ചിങ്ങക്കൂറുകാരുടെ ഈ ഒരു വാരത്തിൽ തന്നെ കർമ്മസ്ഥാനത്തേക്ക് ഇതാ ബുധനും കൂടി വരുന്നത് കൊണ്ട് തന്നെ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ജോലി കയറ്റം, ജോലി കിട്ടും എന്നുള്ളതിലൊക്കെ തന്നെ പ്രത്യേകിച്ച് സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വിദ്യാഭ്യാസപരമായിട്ടും ജോലി സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ വളരെയധികം പ്രത്യേകിച്ച് അതാണല്ലോ ഇപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ആ ഒരു കാര്യവുമായി ചിന്തിക്കുന്നവരും ജീവിക്കുന്നവർക്കും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതി തന്നെയാണ്. മാനസികമായിട്ടുള്ള ഒരു സന്തോഷം വന്നു ചേരുന്ന ഒരു വാരമായിട്ടാണ് ചിങ്ങക്കൂർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ചെറിയ തടസ്സങ്ങൾ ഈ ഒരു വാരത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൻ അലർജി പോലുള്ള അസുഖങ്ങളും നേത്ര രോഗങ്ങളും കർണരോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു വാരമായിട്ട് വരും. അതൊക്കെ ഒരു അസ്വസ്ഥതപ്പെടുത്താനുള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഇതിൽ പഠിപ്പിന് പുതിയ പഠന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പുതിയ ഒരു കോഴ്സിന് ചേരുന്നതിനും അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും കുറേ കാലമായിട്ട് കാത്തിരുന്നതിനൊക്കെ ഒന്ന് ചേരാൻ പറ്റുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിട്ട് മാറാം. അതോടൊപ്പം തന്നെ പൂർവികമായിട്ടുള്ള സ്വത്തുവകകളും മറ്റും വന്നു ചേരുന്നതിനൊക്കെ ഈ ഒരു ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. വാഹനാദി വിഷയങ്ങളിൽ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലപ്പെട്ട സ്ഥിതിയാണ് ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. എങ്കിൽ പൂർവികമായിട്ടുള്ള വിഷയങ്ങളിലാവട്ടെ, അതോടൊപ്പം തന്നെ കഠിനാധ്വാനത്തിലൂടെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിന്, അതായത് സ്വത്തുവകകൾ പൂർത്തീകരിക്കുന്നതിന്, ധാരാളം കൂട്ടിവെക്കുന്നതിനും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടം അതിൻ്റെ ഒരു പ്രാരംഭമായിട്ട്
ഈ ഒരു വാരം ചിങ്ങക്കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് ശ്രദ്ധ വേണ്ടതാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ധാര ചെയ്യുന്നതും കൂവളമാല ചാർത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നതൊക്കെ പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലോട്ടൊക്കെ ഉള്ളവർ, ഒരു മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ ആരോഗ്യ കാര്യത്തിലൊന്ന് പൂർണ്ണമായി ശ്രദ്ധിക്കാം. ഇപ്പോൾ ഉള്ള അസുഖങ്ങളൊക്കെ ഒരു ഏറ്റക്കുറച്ചിൽ നല്ലതുപോലെ വന്നു ചേരാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു ചിങ്ങക്കൂറുകാർക്ക് കാണുന്നത്. അതുകൂടെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ മാല ചാർത്തുന്നതും അതോടൊപ്പം തന്നെ എള്ളെണ്ണ സമർപ്പിക്കുന്നതും എണ്ണയാടുന്നതും, എണ്ണ കൊണ്ട് ഈ വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യുക. ഈ തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതൽ. നമ്മുടെ നാട്ടിലും നവഗ്രഹ ക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ശക്തി കിട്ടുന്നതാണ്. മാനസികമായിട്ടും കാര്യ തടസ്സങ്ങളൊക്കെ നീങ്ങി വരുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാരുടെ കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ ആരോഗ്യമായിട്ടുള്ള കാര്യത്തിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പിന്നെ കിടപ്പിലായിട്ടുള്ളവർ, മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ അസുഖം ഉണ്ടെങ്കിലൊന്ന് വളരെയധികം കരുതലോടെ കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പം ജനിച്ച ചെറിയ മാസങ്ങൾക്കുള്ളിലുള്ളതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ടുന്ന ഒരു വാരമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. എങ്കിൽ അതേ സമയത്ത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അനവധി ഭാഗ്യങ്ങളും ഈ ഒരു വാരത്തിൽ, ഈ ഒരു 9ാം ഭാവത്തിലേക്കും 2ാം ഭാവപതിയും അതോടൊപ്പം തന്നെ ഭാഗ്യപതിയുമായ ഈ ശുക്രൻ്റെ ഒരു വരവ് വളരെയധികം നല്ലതും കൂടിയാണ്. ഒരു ഭാഗത്ത് ഈ ഒരു ദോഷങ്ങളൊന്നും അനുഭവിച്ചില്ലെങ്കിൽ വളരെയധികം നല്ലത്, കുന്നുപോലെ സമ്പത്തൊക്കെ വരാം എന്നൊക്കെ പറയേണ്ടുന്ന ഒരു കാര്യമാണ്. എങ്കിൽ രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള പീഡകൾ, പിന്നെ പഴയ അസുഖങ്ങൾ ഇപ്പം വീണ്ടും പുറത്തേക്ക് വരിക, അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് ഉണ്ടാവാനുള്ള ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് സ്കിൻ അലർജി പോലുള്ളതൊക്കെ കന്നിക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾക്ക് ഏറെക്കുറെ വിഷയങ്ങൾ തടസ്സം ഒഴിഞ്ഞു വരാം. പൂർണ്ണമായി യാത്ര തിരിക്കാൻ പറ്റും എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. എങ്കിൽ തന്നെ 80% തടസ്സങ്ങളൊക്കെ നീങ്ങി വരുന്നതായിട്ട് കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ ചന്ദ്രൻ്റെ ഒരു സഞ്ചാരഗതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കുടുംബത്തിലൊക്കെ ഒരു സന്തോഷവും വരുന്ന ഒരു വാരമായിട്ട് വരാം. എങ്കിൽ സൗഹൃദങ്ങളിലൊക്കെ ഒരു അകാരണമായ ഒരു അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അലോക്യങ്ങളോ അസ്വാരസ്യങ്ങളോ ഒക്കെ ഇല്ലാതെ ശ്രദ്ധിക്കാൻ വളരെയധികം കരുതലോടെ നീങ്ങേണ്ടതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചത്. ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ചാമുണ്ഡി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതൊക്കെ വല്ലാത്ത കഷ്ടപ്പാടൊക്കെ മാറുന്നത്. അതോടൊപ്പം തന്നെ ശൂലിനി ഹോമം ചെയ്യുക, അതോടൊപ്പം തന്നെ പ്രത്യങ്കിര ഹോമം ചെയ്യുന്നതും പ്രത്യങ്കിര ദേവി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് നിങ്ങൾക്ക് ഈ വഴിപാടുകളൊക്കെ ചേർത്ത് ചെയ്യാൻ സാധിക്കട്ടെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാർക്ക് അഷ്ടമത്തിലേക്കാണ് ഈ ഒരു ശുക്രൻ്റെ മാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും ബുധൻ്റെ മാറ്റവും അതോടൊപ്പം തന്നെ 7ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ മാറ്റമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 5 ഗ്രഹങ്ങളുടെ ഒരു യോഗം കൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിൽ ഒരു ഗ്രഹം സ്വക്ഷേത്രഗതനാണ്, അത് ശുക്രനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ രാശിനാഥനായ ശുക്രൻ്റെ ആ ഒരു അഷ്ടമസ്ഥിതി അത്ര കണ്ട് പൂർണ്ണതയല്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെ ആ ഒരു വ്യാഴവും അവിടെ സ്ഥിതി ചെയ്യണോ, ആദിത്യനോ ഒക്കെ സ്ഥിതി ചെയ്യണോ, ബുധന് 8ാം ഭാവത്തിലേക്കാണ് വരുന്നത്, ചൊവ്വ 7ാം ഭാവത്തിലേക്കാണ്. അപ്പോൾ വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കുറേ ആൾക്കാരൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്. വിദേശത്ത് 2-3 വർഷങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത പല കേസുകളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ റിലീഫ് കിട്ടുന്ന ഒരു കാലമായിട്ട് തന്നെ ഇതിന് മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ ഈ അഷ്ടമത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയാണെങ്കിലും ജാതകവശാലുള്ള വ്യാഴബലവും അതോടൊപ്പം തന്നെ ശുക്രൻ്റെ ഗതിയും ഇതൊക്കെ ആശ്രയിച്ചിട്ട് മാത്രമേ നമുക്ക് ഫലം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കുറേ പേരൊക്കെ കമൻ്റ് എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ജ്യോതിഷം ഇവിടെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല, എന്തെങ്കിലും വിഡ്ഢിത്തം പറയാന്നേ ഉള്ളൂ. ജ്യോതിശാസ്ത്രം എന്നുള്ളത് വളരെയധികം ഇവിടെ നിർണ്ണയിക്കേണ്ട, അല്ലാതെ ഒരു ഗ്രഹത്തെ കണ്ടിട്ടൊന്നും ആരും നിർണ്ണയിക്കരുത്. ഇന്നാളിപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ഗ്രഹഫലം പറഞ്ഞപ്പോൾ അതെന്താ, ഒരു ഗ്രഹം ഫലം കൊണ്ട് ഏകശ്ച അർത്ഥ
ഒന്നിനെ തന്നെ 11 തരത്തിലോ 21 തരത്തിലോ ചിന്തിച്ചിട്ടാണ് ഒരു ഫലത്തെ പറയുക, യോഗത്തെ പറയുക എന്നുള്ള ഒരു സാമാന്യ വിവരമാണ് നമുക്ക് ഒരു ജ്യോതിഷത്തിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ വേണ്ടത്. അല്ലാതെ ഒരു പ്രഡിക്ഷനെ മാത്രം ആശ്രയിച്ചിട്ടല്ല ജ്യോതിഷത്തെ നമ്മൾ കാണേണ്ടത്. അതൊരു വല്ലാത്ത കഷ്ടമാണ് എന്ന് ഓർമ്മിച്ചു പോവുകയാണ്. അപ്പോൾ ഈ തുലാവരാശിക്കാരെ സംബന്ധിച്ച് ശുക്രനഷ്ടമത്തിൽ വന്നതുകൊണ്ട് മോശമാവില്ല, അതാണ് പറഞ്ഞു വന്നത്. ശുക്രൻ്റെ ഒരു രാശിമാറ്റം ഒരു സ്വക്ഷേത്രഗതി ഇപ്പോൾ വരാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ശുക്രൻ്റെ രാശിയിലും നമുക്ക് ഈശ്വരാധീനത്തോടു കൂടി നീങ്ങാൻ സാധിക്കും. അതിന് എത്രയായാലും യജിക്കാൻ സാധിക്കുക. ആത്മസമർപ്പണ യാ ആത്മാസംപ്രസീദതി എന്നാണ്. അപ്പോഴാണ് എല്ലാവരും പ്രസാദിക്കുക. അതിൽ ഉപരിയായിട്ടൊരു ഗ്രഹ കർമ്മകാലഹ, ഒരു ഗ്രഹവും ഒരു കാലവും ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളത് വളരെയധികം നമുക്ക് ജ്യോതിഷത്തിൽ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ പുറമേ ഉള്ളത് കേട്ടിട്ട് ആരും വിമർശിക്കാനൊന്നും ഇറങ്ങരുത് എന്ന് പറയാം. എങ്കിൽ തുലാവക്കൂറുകാർക്ക് വളരെ അനുകൂലവും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈശ്വരാധീനത്തോടു കൂടി ഭജനത്തോടു കൂടിയും ഒരു വിശ്വാസത്തോടു കൂടി പോകുന്നവർക്ക് വളരെയധികം നല്ലത് തന്നെയായിട്ട് നമുക്ക് ചിന്തിക്കാം. എങ്കിൽ പൊതുവേ കരുതിയിരിക്കേണ്ടതാണ് ജാതകത്തിലെ ഇങ്ങനെ വളരെ മോശമായിട്ട് വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ജാതകത്തിലെ ഫലത്തെ ആശ്രയിക്കുക. അങ്ങനെയാണ് ദൈവജ്ഞന്മാർ ചെയ്യുക. അല്ലാതെ നമ്മൾ ചാരഫലത്തെ പൂർണ്ണമായി ആശ്രയിച്ചുകൂടാ. എങ്കിൽ തന്നെയും 7ാം ഭാവത്തിലേക്ക് ഉള്ളത് കൊണ്ട് നമുക്കൊരു റിലീഫാണ്. ഉച്ചസ്ഥിതനായ ചൊവ്വയുള്ളത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്ന ഒരു വാരമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എങ്കിൽ പാദരോഗങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. പാദരോഗങ്ങൾ, സ്കിൻ അലർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും ഒക്കെ. അതോടൊപ്പം തന്നെ സൗഹൃദങ്ങളിലും അയൽവക്കങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വാക്ക് സംബന്ധപ്പെട്ടിട്ടുള്ള ദോഷങ്ങൾ വരാനും ഒരു സാധ്യതയുണ്ട്. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വസ്ത്രദാനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നതും പട്ട് വഴിപാട് നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ തുലാവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ 7ാമത്തെ രാശിയിലേക്കാണ് ശുക്രനും ബുധനും അതോടൊപ്പം തന്നെ വ്യാഴവും ആദിത്യനും കൂടി സ്ഥിതി ചെയ്യുമ്പോഴാണ് ഈ ഒരു വാരം ആരംഭിക്കുക. നമുക്കറിയാം വാരത്തിൻ്റെ മധ്യത്തോടു കൂടിയിട്ട് ഈ ഗ്രഹങ്ങളുടെ പകർച്ചയും കൂടി അതോടൊപ്പം തന്നെ 6ാം ഭാവത്തിലേക്ക് ചൊവ്വ സ്വക്ഷേത്രഗതനായിട്ട് വരാൻ വേണ്ടി പോവാണ്. അതൊക്കെ കൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ടുള്ള ഗുണങ്ങളാണ് ഉണ്ടാവുക. പെട്ടെന്നുള്ള ഒരു ഗുണമല്ല. ആ ചൊവ്വ 6ാം ഭാവത്തിൽ പറയുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ നല്ലതുപോലെ ഉണ്ടാവും. ഉറക്കമില്ലായ്മ, അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് വരിക, അതോടൊപ്പം തന്നെ ശിരോസംബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ, അലച്ചൽ, ഇതൊക്കെ വരാനുള്ള ഒരു കാലഘട്ടമായിട്ട് വിശ്രമമില്ലാത്ത ഒരു വാരമായിട്ട് തീരാനാണ് വൃശ്ചികക്കൂറുകാർക്ക് കാര്യം. എങ്കിൽ അതിനുശേഷം 7ാം ഭാവ സംബന്ധപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാലമായിട്ട് മനസ്സിലാക്കാം. കഠിനമായ അധ്വാനം വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് വേറൊരു നല്ലൊരു ഒരു മുഖം വേറൊന്ന് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പായി വരും. അതിൽ യാതൊരു സംശയവുമില്ല. ആത്മാർത്ഥതയോട് കൂടിയതായിരിക്കണം. കഠിനാധ്വാനമായിട്ടുള്ള പരിശ്രമങ്ങൾക്കൊക്കെ മറ്റൊരു കർമ്മഫലം വേറൊരു നന്നായിട്ട് തന്നെ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് മോശപ്പെട്ട ചിന്തയോട് കൂടിയിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണല്ലോ. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം നല്ലത്. ആത്മാർത്ഥമായി നീങ്ങുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് വൃശ്ചികക്കൂറിലുള്ളവർക്കൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി മനസ്സ് വളരെയധികം നിർമ്മലമായിട്ട്. എങ്കിൽ അവരെ അധികം അങ്ങ് വിഷമിപ്പിക്കാനും പറ്റില്ല. അങ്ങനെയെങ്കിൽ അവരെ അധികം വിഷമിപ്പിക്കാനും സാധ്യതയുണ്ട് തിരിച്ച്. അങ്ങനെയുള്ള വൃശ്ചികക്കൂറുകാരാണ്. അതുകൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം അനുകൂലങ്ങൾ, അവർക്ക് വളരെയധികം സാമർഥ്യം ഉള്ള നക്ഷത്രക്കാരാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഗൗരവങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ദേവീക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുന്നതും അതോടൊപ്പം തന്നെ പ്രത്യങ്കിരാ ദേവിക്ക് വഴിപാട് നടത്തുന്നതും ശൂലിനി ദേവിക്ക് അർച്ചനകളും മറ്റൊക്കെ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ ദേശത്തിന് ഇപ്പോൾ കൊടുങ്ങല്ലൂർ മുതൽ അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരാവട്ടെ ചോറ്റാനിക്കരയാവട്ടെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അമിതമായി നമുക്ക് ജീവിക്കുമ്പോഴുള്ള ഭയങ്ങളാണ് നമ്മളെ ക്ഷേത്ര സങ്കേതങ്ങളിലൊക്കെ ആശ്രയം പ്രാപിപ്പിക്കുന്നത്. ഒരു പരിധിയിലധികം ആൾക്കാരിപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം കൊടുങ്ങല്ലൂരും ചോറ്റാനിക്കര ആയാലും നമ്മുടെ നാട്ടിൽ മാടായിക്കാവായാലും മന്നംപുറത്ത് കാവിലൊക്കെ നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഒരു പരിധി വിട്ടിട്ട് നമ്മളെ ഒരു എന്താ പറയുക, ഇവിടെ ജീവിക്കുമ്പോൾ ഒരു തത്തുല്യമാണ് മനുഷ്യൻ അല്ലേ, എല്ലാവരും സമന്മാരായിട്ട് കാണേണ്ട തലത്തിൽ നിന്ന് മാറിയിട്ട് അനാവശ്യമായ ശത്രുതകളും അനാവശ്യമായ വാശിയും മത്സരമൊക്കെ വരുമ്പോൾ ആ മാതാവിനെ ആശ്രയിക്കാനേ നമുക്കൊക്കെ സാധിക്കുന്നുള്ളൂ. നമ്മളതിനെ പല ആൾക്കാർക്കും അത് പരിഹാസമായിരിക്കും ഈ ശത്രു സംഹാരം എന്നൊക്കെ പറയുമ്പോൾ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ
അത്തരത്തിലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വഴിപാടുകൾക്ക് ചെയ്യുമ്പോഴെന്താണ് ആ നിഷ്കർമ്മമായിട്ടുള്ളതാണ്, ഒരു നിഷ്കാമമായിട്ടുള്ള ഒരു കർമ്മത്തെയാണ് നമുക്ക്, കർമ്മഫലത്തെയാണ് നമുക്കതുകൊണ്ട് കിട്ടുക. അതുകൊണ്ടാണ് ഭദ്രകാളി സേവയ്ക്ക് വളരെയധികം പൂർണ്ണത. കാരണം വെച്ചാൽ ആത്മസമർപ്പണം പൂർണ്ണമായി വേണ്ടുന്ന പൂജാ പദ്ധതികളാണ് കൗളമാർഗത്തിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. തന്ത്ര സാധനകളിലൊക്കെ അങ്ങനെ കാണുക. അങ്ങനെയുള്ള ആ ദേവീക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ വൃശ്ചികക്കൂറുകാർക്ക് ഒരു പരിധി വിട്ടിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ശനിയുടെ ഒരു പരിഹാരങ്ങളായി, ദോഷത്തിന് പരിഹാരമായിട്ട് ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ 3-ാം ഭാവത്തിൽ ശനിയും 4-ാം ഭാവത്തിൽ രാഹുവും, 5ലേക്ക് 4-ൽ നിന്നും ചൊവ്വയും, 6-ാം ഭാവത്തിലേക്കായിട്ട് ബുധനും കൂടി വരുന്നു. 6-ാം ഭാവത്തിൽ സ്ഥിതരായിട്ടുള്ള ശുക്രനും വ്യാഴവും ആദിത്യനും ഒക്കെ കൂടിയാണ് ഈ ഒരു വാരം ആരംഭിക്കുക. അതോടൊപ്പം തന്നെ ഈ ശുക്രൻ ഈ ഗുളികൻ്റെയും ചന്ദ്രൻ്റെയും സ്വക്ഷേത്ര പ്രാപ്തിയൊക്കെ ഈ ഒരു വാരത്തിൽ വരുന്നത് കൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള സുഖദുഃഖ അല്ലെങ്കിൽ ഒരു ഗുണദോഷ സമ്മിഷ്ടമായിട്ടുള്ള ഒരു വാരമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനം കുറച്ചൊന്ന് കുറഞ്ഞു കാണുന്ന ഒരു വാരം തന്നെയാണിത്. പ്രത്യേകിച്ച് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു ആലസ്യം അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സ് വരിക, എന്തെങ്കിലും അകാരണമായിട്ടുള്ള വെറുതെ ഒരു സ്വസ്ഥത കളയാനുള്ള ചെറിയ ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് കർമ്മസംബന്ധമായിട്ട് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ചെറിയൊരു തടസ്സം ഉണ്ടായിട്ടുള്ളത് നീങ്ങിപ്പോകുന്നതായിട്ട് കാണാം. വാഹന വിഷയങ്ങളിലൊക്കെ തീരുമാനങ്ങളൊക്കെ ഒന്ന് ഉറച്ചു വരുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും ഇടപാടുകളിലൊക്കെയുള്ള ഒരു പരാധീനത തീർത്തു വരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു വിഷമം തീർക്കുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. പ്രധാനപ്പെട്ടിട്ട് വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം വരുന്നതായിട്ട് കാണാം. നിശ്ചയിച്ച വിവാഹങ്ങൾ നീണ്ടുപോകുന്നതും, പ്രണയ ജീവിതത്തിലൊക്കെ നൈരാശ്യം അല്ലെങ്കിൽ ഒരു പഴയ ഒരു ഉത്സാഹമില്ലായ്മ കാണാം. ദാമ്പത്യ ജീവിതത്തിലും അത് കണ്ടുകൂടാതെ ഇല്ല. ദാമ്പത്യ ജീവിതത്തിലൊക്കെ പങ്കാളികളുമായി ഒരു അകാരണമായ ഒരു ദേഷ്യം വരിക, അകാരണമായ ഒരു അലസത വന്നു ചേരാവുന്ന ഒരു വാരമാണോ കരുതലോടുകൂടി നേടണം. എങ്കിൽ ഇതിൻ്റെ ഒരു പരിഹാരാർത്ഥം നമുക്ക് മിഥുനക്ഷേത്രത്തിലെ ബുധനാണ് ഇപ്പോൾ ഇത് 6-ാം ഭാവത്തിലായതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ ശ്രീരാമക്ഷേത്രത്തിൽ, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വഴിപാടുകളിൽ വിഷ്ണു ക്ഷേത്രാദികളിൽ ശ്രീരാമാദി അവതാര വിഷ്ണുക്കളൊക്കെ നമുക്ക് ആരാധിക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു കാലം വൈശാഖ മാസവും കൂടിയാണല്ലോ നമുക്കറിയാം. ആ ക്ഷേത്ര ദർശനങ്ങളും ഇതൊക്കെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒന്ന് മനസ്സിനെ കൊണ്ട് കുറച്ച് ചിന്തിക്കാൻ സാധിച്ചാൽ വളരെയധികം നല്ലതാണ്. ഒപ്പം ദൂരയാത്രകളൊക്കെ മാറ്റിവെക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ദൂരയാത്രകളിലൊക്കെ ഒരു പൂർണ്ണ തൃപ്തി കിട്ടാതെ വരുന്ന ഒരു വാരമൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ സ്കിൻ അലർജി പോലുള്ളത് വന്നേക്കാം, നേത്ര രോഗം പോലുള്ളത് വന്നേക്കാം. അതോടൊപ്പം തന്നെ ശിരോ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും അതോടൊപ്പം തന്നെ ഉദരപീഠകളും ഈ ഒരു വാരത്തിൽ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കണം. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും മുകളിൽ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ മഹാസുദർശന യന്ത്രം അത് ധരിക്കുന്നതും അതോടൊപ്പം തന്നെ മഹാസുദർശന മന്ത്രം ജപിക്കുന്നതും അതും വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിലും. അതോടൊപ്പം തന്നെ പിന്നീടുള്ള ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ക്ലേശങ്ങൾ വരുമ്പം അതൊന്നും മനസ്സിനെ അലട്ടാതെ മുന്നോട്ട് പോകാൻ ഇത്തരത്തിലുള്ള രക്ഷകളൊക്കെ നമുക്ക് വളരെയധികം നല്ലതായിട്ട് വരും. ഈ ഒരു വാരം വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കട്ടെ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ഉത്രാടത്തിൻ്റെ അവസാന ഭാഗം തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിൽ ശനിയും 3-ാം ഭാവത്തിൽ രാഹുവും അതോടൊപ്പം തന്നെ 4ലേക്ക് ചൊവ്വയും 5-ാം ഭാവത്തിലേക്ക് ബുധനും 5-ൽ സ്ഥിതരായിട്ടുള്ള ശുക്രനും വ്യാഴവും അതോടൊപ്പം തന്നെ ആദിത്യനും കൂടിയാണ് ഈ ഒരു വാരം ആരംഭിക്കുക. അതോടൊപ്പം തന്നെ കർമ്മസ്ഥാനത്ത് കേതു, 9-ാം ഭാവത്തിലുള്ള കേതു. അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു ചെറിയൊരു മങ്ങലാണ്. 2 ആഴ്ച വളരെ നല്ലതായിരുന്നെങ്കിൽ ഈ ഒരു ആഴ്ച അങ്ങനെയല്ലേ. ചന്ദ്രനും വൃദ്ധിക്ഷയങ്ങൾ
അനിവാര്യമായതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൽ നമുക്കൊരു ഏറ്റക്കുറച്ചിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് ഈ വാരഫലമൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്നാണ്. വാരഫലം പോയിട്ട് നിങ്ങൾ നിത്യമുള്ള ഫലങ്ങൾ തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിത്യമുള്ള ഫലങ്ങൾ പോയിട്ട് ഓരോ സെക്കൻഡിൽ മാറില്ലേ, അതല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു വൈവിധ്യം. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ വൈവിധ്യങ്ങൾ ഈ ഗ്രഹങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വൈവിധ്യം നിറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ ഭൂമിയിലുള്ളതിൻ്റെ 10 ഇരട്ടിയാണ് ആകാശത്ത് എങ്കിൽ അതിനെ തന്നെയാണ് ഈ ജ്യോതിഷം ഇത്രയധികം കൃത്യമായി നമുക്ക് കാട്ടിത്തരുന്നത്. എങ്കിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ്. മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായേക്കാം, സാമ്പത്തികമായ തടസ്സങ്ങൾ ഉണ്ടാവാം, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലെങ്കിൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമായിട്ട് മകരക്കൂറുകാർക്ക് മനസ്സിലാക്കാം. പുതിയ ക്ലാസ്സുകളിൽ ചേരുന്നതിനും പുതിയ പഠനങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനും അങ്ങനെയൊക്കെ കിട്ടിച്ചേർന്ന് വരാനൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. വാഹനാദി വിഷയങ്ങളിലൊക്കെ തടസ്സം വാങ്ങി പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വണ്ടി കൊടുത്ത് വാങ്ങുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ്. വളരെയധികം നല്ലതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ഭവന വിഷയങ്ങളിലൊക്കെ കേടുപാടുകൾ വന്ന് അതൊക്കെ മോടി പിടിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഒരു വാരത്തിൽ കേടുപറ്റിയതിനൊക്കെ മാറ്റിയിട്ട് കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. രാഹു ക്ഷേത്രത്തിൽ നാഗക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യുക, വഴിപാട് ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലത്. സൗഹൃദങ്ങളെപ്പോഴും വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക. സൗഹൃദങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ഒരു കേടുപാട് വരാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുക. അതോടൊപ്പം തന്നെ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകളും മറ്റും മുടങ്ങാതെ ഉണ്ടെങ്കിൽ ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കണം. അതോടൊപ്പം തന്നെ ശൂലിനി യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. അകാരണമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ശത്രുദോഷങ്ങളൊക്കെ ഒന്ന് മാറുന്നതിന് ശൂലിനി യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ആ ശൂലിനി മന്ത്രത്തെ ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. മാനസികമായിട്ടുള്ള ഊർജ്ജം വർദ്ധിക്കുന്നതിന്. ഒപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലത് മകരക്കൂറുകാർക്ക്. അവിട്ടത്തിൻ്റെ അവസാന ഭാഗം ചതയം പൂരിട്ടാതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനി 2-ൽ രാഹു, അതോടൊപ്പം തന്നെ 3-ലേക്ക് ചൊവ്വ വരുന്നു, അതോടൊപ്പം തന്നെ 4-ലേക്ക് ബുധനും 4-ൽ സ്ഥിതരായിട്ടുള്ള വ്യാഴവും ശുക്രനും അതോടൊപ്പം തന്നെ ആദിത്യനൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു വാരം ആരംഭിക്കുക. ഈ ഒരു വാരത്തിൽ 4-ാം ഭാവത്തിലുള്ള ഈ ഒരു ഗ്രഹസഞ്ചാരഗതി, ഈ ഒരു ഗ്രഹയോഗ ഫലം എന്നുള്ളത് വളരെ സ്വാമാനമായിട്ട് നമുക്ക് ചതുർത്ഥ ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം. സാമാന്യപ്പെട്ടുള്ളവർക്ക് മനസ്സിലാവും 4-ാം ഭാവത്തിലേക്ക് എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളൊക്കെ ഈ ജന്മശനിയുടെ ഒരു കാലഘട്ടത്തിൽ വരികയാണ്. വളരെയധികം നല്ലതായിട്ട് തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കണം. സുഹൃതപതിയായ 2-ാം ഭാവപതിയായ വ്യാഴം 4-ൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ സർവാഭിഷ്ട രാശി എന്നൊക്കെ പറയുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണമാണ് ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അവരുടെ മനസ്സിനും അതോടൊപ്പം തന്നെ അവരുടെ സ്വഭാവത്തിനും എല്ലാത്തിനുമുള്ള ഒരു പ്രതിഫലം എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും. ഇനിയുള്ള കുറേ നേട്ടങ്ങളായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് 1-1.5 മാസം വളരെ നല്ല മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. 3-ാം ഭാവത്തിലാണെങ്കിൽ ഈ ചൊവ്വയുടെ ഒരു രാശി മാറ്റം കൊണ്ട് ആരോഗ്യ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സന്ധി വേദനകളാവട്ടെ, രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാവട്ടെ, ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വീഴ്ചകളും മറ്റുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ കുംഭക്കൂറുകാർക്ക് മുഖ്യമായി ശ്രദ്ധിക്കേണ്ടത് കുംഭക്കൂറുകാരുടെ അനാരോഗ്യ സ്ഥിതിയാണ്. അമിതമായ ഭക്ഷണം കൊണ്ടോ അമിതമായ ഈ ഗുളികകൾ, ചെറിയ ചെറിയ അസുഖത്തിന് പോലും ഗുളികകൾ ശീലിക്കുന്നതൊക്കെ ഒരു അസുഖത്തെ ഒന്ന് പേടിപ്പിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഒരു വാരത്തിലും. മുഖ്യമായി ശ്വാസ സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ പാദരോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കുക. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും ദേശകാല ഉചിതമായിട്ടുള്ള വഴിപാടുകൾ. ഇപ്പോൾ കണ്ണൂരുകാരൊക്കെ ആണെങ്കിൽ സംശയിക്കാതെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നമുക്ക് പഴംകുറ്റി വഴിപാടൊക്കെ ചെയ്യാം മുത്തപ്പന്. അവിടെയൊക്കെ തൊഴുതിട്ട് വരാൻ സാധിച്ചാൽ വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയാണ്. അതൊക്കെ നിങ്ങൾക്ക് സാധിക്കണം ഈ ഒരു ശനി കാലഘട്ടവും കൂടിയാണ്. അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശിക്കുന്നതും തൃച്ചംബരം ഭാഗത്ത് കണ്ണൂർ ഭാഗത്തുള്ളവരൊക്കെയാണ് തൃച്ചംബരത്തപ്പനെ ദർശിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ കുംഭക്കൂറുകാർക്ക്. പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ആ ചൊവ്വയുടെ ഒരു രാശിമാറ്റം, ഈ മീനക്ഷേത്രത്തിൽ തന്നെയുള്ള രാഹുവിൻ്റെ സ്ഥിതിയും 12-ൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 3-ാം ഭാവത്തിൽ വ്യാഴവും ബുധനും ആദിത്യനും ശുക്രനും. അതുകൊണ്ട് തന്നെ
ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം ഗുണങ്ങൾ തന്നെയാണ് പറയേണ്ടതെങ്കിലും എല്ലാത്തിനും കുറച്ചൊരു മങ്ങൽ കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. എന്തായാലും 3-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു പൂർണ്ണമായ ഒരു അനുകൂല സ്ഥിതിയല്ല വ്യാഴത്തെ സംബന്ധിച്ചിട്ടൊക്കെ. എന്തായാലും നമുക്കതൊരു സഹായ രാശിയ ചൊവ്വ ശുക്രൻ്റെ സ്വക്ഷേത്ര ബലമൊക്കെ കൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നഷ്ടങ്ങളും കഷ്ടതകളും ഇല്ലാതെ തീർക്കാൻ വേണ്ടി സാധിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ച്. ഈ ഒരു വാരത്തിൽ പുതിയ പുതിയ ബന്ധുജനങ്ങളും സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിൽ പുതിയ ഒരു വഴിത്തിരിവാവാനും അതോടൊപ്പം തന്നെ പുതിയ കുടുംബാംഗങ്ങളുടെ സമാഗമനത്തിനൊക്കെയുള്ള ഒരു വാരമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ദൂരെ യാത്രകൾ വേണ്ടി വന്നേക്കാം. വിദേശത്തേക്കുള്ള യാത്രകളൊക്കെ പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയായിരിക്കില്ല, മറ്റുള്ള കാര്യത്തിനൊക്കെ യാത്രകളും മറ്റും തീർത്ഥാടനങ്ങളൊക്കെ ആവാം. അതിനൊക്കെയുള്ള ഒരു കാര്യം ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാർക്ക് കാണാതെയില്ല. ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ വാക്കുദോഷം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണമായി അശ്രദ്ധമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. അതുമൂലം വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് അമിതമായി ദേഷ്യത്തോടു കൂടി സംസാരിച്ചു പോകാനും ദേഷ്യം കൂടി വരാനൊക്കെയുള്ള ഒരു സാധ്യത. ഒരാളുടെ സിറ്റുവേഷൻസ് ആണെങ്കിൽ തന്നെ അതിന് പെട്ടെന്ന് തന്നെ കൺട്രോൾ ഇല്ലാതെ സംസാരിക്കാനൊക്കെ അത് സംസാരിച്ച് പോയി എന്നൊക്കെ പിന്നെ തോന്നായിരിക്കാം. അത് പറഞ്ഞു പോകാൻ സാധ്യത കൂടിയ ഒരു വാരമാണ്. 2-ൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ അത്രയധികം ഉച്ചത്തിൽ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക മീനക്കൂറുകാരെ സംബന്ധിച്ച്. വ്യാഴക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം മുടങ്ങാതെ ജപിക്കുക. വളരെയധികം മാറ്റം വരുന്നതിൽ യാതൊരു സംശയവുമില്ല. വിഷ്ണു അഷ്ടോത്തരം ജപിച്ചു കഴിഞ്ഞാലും വളരെയധികം നല്ലതാണ്. ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള നല്ല സംശയങ്ങളും എന്തെങ്കിലും ചോദിക്കുന്നതിനെ കൊണ്ട് നല്ല ഉത്തരം കിട്ടണമെന്നില്ല. എങ്കിൽ നല്ല സംശയങ്ങളാണ് നിങ്ങൾക്ക് അറിയാനുള്ളതാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ആക്കാനുള്ളതാണെങ്കിൽ ചോദിക്കണമെന്നില്ല. നന്ദി, നമസ്കാരം.